അടുത്ത 4 ദിവസം മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വേനൽ മഴ എന്ന് പറയുമ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് ഉണ്ടാവാറുള്ളത്. അതിന്റെ കൂടെ തന്നെ ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. ഇത് വളരെ ലോക്കലൈസ്ഡ് ആയിരിക്കും, വളരെ കുറച്ച് ഏരിയയിലായിരിക്കും മഴ ഉണ്ടാവുക. അത് ഒരുപാട് സമയം നീണ്ടു നിൽക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് വളരെ ശക്തമായ കുറച്ച് സമയം കൊണ്ട് വളരെ ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാവുക എന്നുള്ളതാണ് സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു മൺസൂൺ സമയമല്ല, മൺസൂണിന് മുന്നേ ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചൂടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും എല്ലാവരും ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വലിയ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഉണ്ടാകുമ്പോൾ അത് മൂലമുള്ള അപകട സാധ്യത നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഈ മരങ്ങൾ കടപുഴകി വീണുകൊണ്ടും താങ്കൾ സൂചിപ്പിച്ച മരച്ചിലകൾ തകർന്നു വീണുകൊണ്ടും അതുപോലെ പോസ്റ്റുകളും മറ്റൊക്കെ തകർന്നു വീണുകൊണ്ടുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കാണണം. ഏതായിരുന്നാലും മഴ ലഭിക്കുന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. മഴ പെയ്യട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം പലയിടത്തും കുടിവെള്ളക്ഷാമമുണ്ട്. എന്തായിരുന്നാലും ഈ അതോടൊപ്പം വരുന്ന ഈ കാറ്റ്, വളരെ ശക്തമായ കാറ്റും ഇടിമിന്നലും വളരെ അപകട സാധ്യതയുള്ളതാണ്. അത് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടുവളപ്പിലും മറ്റൊക്കെയുള്ള മരങ്ങളൊക്കെ ഒന്ന് കോതി ഒതുക്കേണ്ട ഒരു സമയമാണിത്. അതുപോലെ പൊതുനിരത്തിലൊക്കെയുള്ള മരങ്ങൾ അപകടകരമായ രീതിയിൽ ചില്ലകളോ കാണുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ, ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ നമ്മൾ ഒരു ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് ഉച്ചതിരിഞ്ഞായിരിക്കും മഴ കൂടുതലും ശക്തിപ്പെടാനുള്ള സാധ്യത കാണുന്നത്. അതോടൊപ്പം ഇടിമിന്നലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടിമിന്നൽ സമയത്ത് പുറത്തിറങ്ങുന്നത് അപകടകരമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായ ഒരു ഷെൽട്ടർ നോക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് വളരെ കുറഞ്ഞ സമയമേ ഇടിമിന്നലും മഴയൊക്കെ തുടരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സമയം നിർബന്ധമായും നമ്മൾ പുറത്ത് ഇടിമിന്നൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് ഷെൽട്ടറിനകത്ത്, വീടിൻ്റെ അകത്ത് തന്നെ തുടരുന്നതായിരിക്കും ഉചിതം. ഇപ്പോൾ നമുക്ക് വയനാടൊക്കെ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനായി അതിനുശേഷം രാജ്യത്ത് തന്നെ ആദ്യമായി മഴവാപിനി വെബ്സൈറ്റൊക്കെ തന്നെ ഒരുക്കിയ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ആ മഴവാപിനി വെബ്സൈറ്റ് DMCUT എന്ന രീതിയിൽ ഒരുക്കിയിട്ട് ഇപ്പോൾ അത് പ്രവർത്തന സജ്ജമാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ജില്ലയിൽ മൊത്തം ഏകദേശം ഒരു 350ഓളം മഴവാപിനികളൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു കൃത്യമായി മഴയുടെ അളവ് അറിയാനും അതിൻ്റെ തോത് മനസ്സിലാക്കാനും അതിൻ്റെ ആ ഒരു ആഘാതം അത് മുൻകൂട്ടി പ്രവചിക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചത്. പക്ഷേ ഇന്നത് എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കുറച്ചുകൂടി കാര്യക്ഷമമാകേണ്ടതില്ലേ? അതിനൊന്നും DMCUT ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മഴയില്ലാത്തതുകൊണ്ടാണ് അതിലെ വിവരങ്ങൾ. അത് മാത്രമല്ല, നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള പ്രസ് റിലീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ പ്രൊജക്ടുകളൊക്കെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും. അതിലെ ഇപ്പൊ വയനാട് നമ്മൾ ആഗ്രഹിക്കുന്നത് വാർഡ് തലത്തിൽ തന്നെ അത്തരത്തിലുള്ള മാപിനികൾ സ്ഥാപിക്കുക. മഴമാപിനി മാത്രമല്ല, ഇപ്പൊ നമുക്ക് ടെമ്പറേച്ചറിന്റെ ഒരു പ്രശ്നം കൂടിയുള്ളത് കൊണ്ട് താപനില മാപിനികൾ കൂടി കൂടുതലായിട്ട് സ്ഥാപിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും വയനാട് ജില്ലയിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തന സജ്ജമാണ്. നമ്മളിപ്പോ മുന്നേ നമ്മളിത് DMCUT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് സംശയം. അതായത് DMCUT പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് തീരുമാന പിന്തുണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊരു സാക്ഷരതാ പ്രവർത്തനം, അതായത് കാലാവസ്ഥ സാക്ഷരതാ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് കൂടി ആക്സസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് ഈ സംവിധാനങ്ങളെ മാറ്റുകയും അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മഴക്കാലത്തോടു കൂടി, ഈ മഴക്കാലത്തിന് മുന്നോടുകൂടിയായിട്ട് നമ്മളത് പൂർണ്ണമായിട്ടും സജ്ജമാക്കും. അത് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നമുക്ക് മഴവാദം ഇല്ല. ഉള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോ വയനാടാണ് ഏറ്റവും ആദ്യം കാണുന്നത്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ അതുപോലെ മറ്റു പല, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളിപ്പോ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി എങ്ങനെയാന്ന് വെച്ചാൽ, താങ്കൾക്ക് ഒരു മഴമാപിനി ഉണ്ടെങ്കിൽ ആ മഴമാപിനി സർക്കാരിന്റെ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ആ മാപിനിയിലൂടെ നിങ്ങൾ ശേഖരിക്കുന്ന വിവരം കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ആ സമയത്ത് നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് പബ്ലിക്കിന് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഞങ്ങളുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ അകത്തേക്കും ആ ഡാറ്റ വരികയും എല്ലാവർക്കും കാണുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് ഇപ്പൊ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് അധികം വൈകാതെ നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കും. ഈ മഴക്കാലത്തിന് മുന്നേ അത് ഉണ്ടാകും. ഇപ്പൊ നമുക്ക് വേനൽമഴയാണ്. ഈ വേനൽമഴയിൽ നമ്മൾ വയനാട് പോലുള്ള ഒരു പ്രശ്നം പ്രതീക്ഷിക്കുന്നില്ല. ഉരുൾപൊട്ടൽ പോലുള്ള സാധനങ്ങൾ കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ മണ്ണ് കുതിർന്ന് ഈർപ്പം ഒക്കെ എത്തി ആ തരത്തിലേക്ക് അതിന്റെ ത്രഷോൾഡുകളിലേക്ക് എത്തണം. ഇപ്പൊ നമ്മൾ വേനൽമഴയിൽ അതിലല്ല പ്രതീക്ഷിക്കുന്നത്. പ്രളയമോ ഉരുൾപൊട്ടലോ സാധ്യതയല്ല നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള വലിയ മഴയൊന്നും നമുക്ക് പ്രവചിക്കപ്പെട്ടിട്ടുമില്ല. എന്നിരുന്നാലും നമ്മൾ ഈ കാറ്റ്, ഇടിമിന്നൽ പോലെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത്. അപ്പൊ
അത്തരം സാഹചര്യങ്ങൾ നേരിടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച DMC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാണ്. അതിൽ യാതൊരു പ്രശ്നവും നിലവിലില്ല. അത് പ്രവർത്തിക്കും. അതുകൂടാതെ അതിന്റെ അടുത്ത ലെവൽ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് കൂടി ഈ ഡാറ്റ എത്തുന്ന രീതിയിലും അതിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. ഈ മഴക്കാലത്തിന് മുന്നേ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി, അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി. അതിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നുള്ളത് ഇതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമുക്ക് ഒരുപക്ഷെ ഈ 4-5 ദിവസമായിരിക്കും നമുക്ക് വേനൽമഴ തന്നെ ലഭിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈ വേനൽമഴയിൽ ലഭിക്കുന്ന പരമാവധി ജലം സംഭരിക്കാനുള്ള സാധ്യതകൾ എല്ലാവരും തേടണം. അതിന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാവരും പരമാവധി നമുക്ക് നമ്മുടെ കിണർ റീചാർജ് ചെയ്തുകൊണ്ടും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ വെള്ളം സംഭരിക്കാൻ ശ്രമിക്കണം. കാരണം അത് കഴിഞ്ഞൊരു പക്ഷേ വീണ്ടും നമുക്ക് ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ് ഒരു മെയ് 1-2 വീക്കിലൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഈ ജലക്ഷാമത്തിന്റെ പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മൺസൂൺ കുറച്ച് നേരത്തെ എത്തുമെന്നൊക്കെയുള്ള ഒരു പ്രവചനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു ജലക്ഷാമത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഏതായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മഴ കൂടി വരുമ്പോൾ വേനൽമഴ കൂടി വരുമ്പോൾ നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് നമ്മുടെ വീട്ടുവളപ്പിലും മറ്റൊക്കെയുള്ള മരങ്ങൾ കൂടിയത്. കാരണം ഈ മരങ്ങൾ തകർന്നു വീണുകൊണ്ട് അല്ലെങ്കിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അപകടം സംഭവിക്കുന്നത്. ഇത് നമ്മുടെ പൊതു ഇടങ്ങളിലും അതുപോലെ സ്വകാര്യ ഇടങ്ങളിലും നോക്കണം. നമ്മുടെ പറമ്പിൽ നിന്ന് മരം അടുത്ത പറമ്പിലേക്ക് വീണ് അടുത്ത വീടിന്റെ മേലേക്ക് വീണുകൊണ്ട് അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവഴികളിലേക്ക് നമ്മുടെ പറമ്പിലെ മരങ്ങൾ വീണുകൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കണമോ ഒരു പൊതുവെ നമ്മൾ സ്വകാര്യ വ്യക്തികൾ ഈ കാര്യം ചെയ്യണം. അതുപോലെ പൊതു ഇടങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ, ആശുപത്രി കോമ്പൗണ്ടുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ ഇതിന് സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് നമുക്ക് അറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള മരങ്ങളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഈ ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റികളുടെ 1070 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് അവരുടെ 1077 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന് നടപടി ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് മരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെ പകർച്ചവ്യാധികളും ഈ ഒരു സമയത്ത് കൂടാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അപ്പൊ അതുകൊണ്ട് അത്തരം ഇപ്പോ ആരോഗ്യവകുപ്പ് നമ്മുടെ ഈ എൻസെഫലിസ് നമ്മുടെ മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് പോലും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് വേനൽക്കാലമായിട്ട് മഴ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ മഴ പെയ്യുമ്പോൾ കുളത്തിലൊക്കെ വെള്ളം വരും. അപ്പോഴേക്കും ആളുകൾ പോയി അതിന് കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതല്ലാതെ നമുക്ക് മഴക്കാലജന്യ കൊതുകുജന്യ രോഗങ്ങളുടെ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കാട് വെട്ടി തെളിക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്താൻ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നമ്മൾ ജനകീയ പ്രവർത്തനമായിട്ട് നമുക്ക് ഇത് നടത്താൻ പറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.